ഇന്നൊരു ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു ഫ്രൈ ഒന്ന് നോക്കാം. അതിനായി 4 ഉരുളക്കിഴങ്ങ് ഒരു കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി മുറിച്ച് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ട് നന്നായി ഒന്ന് പൊട്ടിയാലുടൻ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആ ഉപ്പ് കുറച്ച് വെള്ളമായിട്ടുണ്ടാവും, ആ വെള്ളത്തോടു കൂടി ആ പാനിലേക്ക് ഒഴിക്കുക. എന്നിട്ട് 5 മിനിറ്റ് കുറഞ്ഞ തീയിൽ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ആ വെള്ളമെല്ലാം വറ്റി ഈ പരുവത്തിലായിട്ടുണ്ടാവും. ഇനി അതിലേക്ക് 2 സവോള കുറച്ച് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് തുറന്ന് വെച്ച് തന്നെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. പിന്നീട് ഒന്ന് നന്നായി വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 10 വെണ്ടയ്ക്ക ചെറുതായി അരിഞ്ഞത് അത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം. പിന്നീട് അടച്ച് വെക്കേണ്ടതില്ല. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതുകൂടി അതിലേക്ക് ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട്, കാരണം നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി അതിലേക്ക് ചേർത്തതിന് ശേഷം 5 മിനിറ്റ് കുറഞ്ഞ തീയിൽ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ തയ്യാറാക്കിയ ഈ ഫ്രൈ നമുക്ക് ഈ തൈര് ചോറിനൊപ്പം മോരുകറിക്കൊപ്പം എല്ലാം ചേർത്ത് കഴിക്കാൻ പറ്റുന്നതാണ്.